ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 5 വിശുദ്ധ ബോനിഫസിന്റെ തിരുനാൾ. ഇംഗ്ലണ്ടിൽ ഡെവോൺഷെയറിൽ 680 ജനിച്ച ബോനിഫസ് വിൽഫ്രഡ് എന്നായിരുന്നു ജ്ഞാനസ്നാന നാമം. പരിശുദ്ധരായ സന്യാസിമാരുമായുള്ള സംസർഗം വിൽഫ്രഡിനെ ആ വഴിക്ക് തിരിച്ചു. 30ാമത്തെ വയസ്സിൽ പുരോഹിതനായ വിൽഫ്രഡ് ആദ്യം ഫ്രിസിയായിലും പിന്നീട് ജർമ്മനിയിലും സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ബവേറിയയിൽ വളരെ മാനസാന്തരങ്ങളുണ്ടായി. ഫ്രിസിയായിൽ 13 വർഷം ആർച്ച് ബിഷപ്പ് വിശുദ്ധ വില്ലബ്രാൻഡിനെ സഹായിച്ചു. മാർപ്പാപ്പ 723 അദ്ദേഹത്തെ മെത്രാനാക്കി അഭിഷേചിക്കുകയും ബോനിഫസ് എന്ന പേര് മാറ്റുകയും ചെയ്തു. ജുപ്പിറ്ററിന് പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ഓക്കുതടി വെട്ടിപ്പൊളിച്ച് ആ മരം കൊണ്ട് ബോനിഫസ് ഒരു പള്ളി പണിഞ്ഞു. ഗ്രിഗറി ദ്വിതീയൻ, ഗ്രിഗറി തൃതീയൻ, സക്കറി എന്നീ 3 മാർപ്പാപ്പമാരുടെ കീഴിൽ ജോലി ചെയ്തു. 747 അദ്ദേഹത്തെ മെയിൻസ് ആർച്ച് ബിഷപ്പാക്കി. തീഷ്ണതയുള്ള കുറേ കൂട്ടുകാരോടുകൂടി കിഴക്കൻ ഫ്രീസിയയുടെ ഉത്തരഭാഗങ്ങളിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പോവുകയും അനേകരെ അവിടെ വച്ച് മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. പെന്തക്കോസ്തായുടെ തലേ ദിവസം ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് സ്ഥൈര്യലേപനം നൽകാൻ ഒരു കൂടാരത്തിൽ അദ്ദേഹം കാത്തിരിക്കുമ്പോൾ അവിശ്വാസികൾ ആയുധധാരികളായി ബോനിഫസിനെയും കൂട്ടുകാരെയും വധിക്കാൻ വന്നു. ബോനിഫസിന്റെ ഭൃത്യന്മാർ അവരെ എതിർക്കാൻ വട്ടം കൂട്ടിയെങ്കിലും മരണത്തെ പ്രസന്നമായി കാത്തിരിക്കാൻ അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്തത്. 755 ജൂൺ 5 ബോനിഫസും യബോബൻ എന്ന ബിഷപ്പും 3 വൈദികരും 3 ഡീക്കന്മാരും 4 സന്യാസികളും ഉൾപ്പെടെ 52 പേർ രക്തസാക്ഷിത്വ മകുടം ചൂടി. ജർമ്മനിയുടെ അപ്പോസ്തലനായ വിശുദ്ധ ബോനിഫസെ, ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.